ഒട്ടും കറപ്റ്റില്ലാതിരിക്കുന്ന ഒരു അപകടം എപ്പോഴാണ് നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പ്രശ്നമല്ല ഇത്. ഭയങ്കര ഗുരുതരമായ പ്രതിസന്ധിയാണ്. ഇയാൾ മഹാത്മാഗാന്ധിയെ പോലെ പരിശുദ്ധനായിട്ട് വേറൊരു രീതിയിൽ കാണപ്പെടും. അതേസമയത്ത് വികസന നായകനായിട്ട് നെഹ്റുവിനേക്കാളും വലിയ ആളായിട്ട്. അതേസമയത്ത് പുള്ളി OBC കാരനുമാണ്. എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ പാവപ്പെട്ടവൻ, എന്നെ എതിർക്കുന്നവർ ബ്രാഹ്മണരാണ്, ഞാൻ OBC ആയിട്ടാണ് നിങ്ങളെ എതിർക്കുന്നത്. മനസ്സിലായി? ഇത് ഭയങ്കരമായ ഒരു എല്ലാ സാധനങ്ങളിലും ഒരു ഭീകരമായ കോമ്പിനേഷനാണ്. എതിർക്കാനും ആരുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ്, BJP ശക്തമായി മോഡി വളരെ പവർഫുള്ളായി എന്നുള്ളതല്ല, അതിനേക്കാളും നമ്മൾ ഭയപ്പെടുത്തുന്ന ഈ പ്രതിപക്ഷത്തിൻ്റെ ശൈഥില്യമാണ്, കോൺഗ്രസിൻ്റെ ദയനീയ അവസ്ഥയാണ്. അതാണ് ഇന്ത്യ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പിന്നെ കോർപ്പറേറ്റുകളാണ് മുഴുവൻ, അവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് കാര്യം. ഇത് നമ്മൾ പിടിക്കേണ്ടതൊന്നും കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞു, ചായ കുടിക്കാൻ ബിസ്ക്കറ്റ് കഴിയുക. നമ്മളിതിൻ്റെ ഫാസിസത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. BBC ഡോക്യുമെൻ്റ് എടുക്കുന്ന കാലത്തെ മോഡി അല്ല ഇന്നത്തെ മോഡി. പിന്നെ ഇന്ദിരാഗാന്ധി വെച്ചാൽ അവരുടെ ഒരു പേഴ്സണൽ അജണ്ട വെച്ചിട്ടാണ് ഭരിച്ചത്. അവരുടെ മകൻ, അവരുടെ കുടുംബം, അവരുടെ പാർശ്വവർത്തികളായിട്ടുള്ള ഈ കുറേ തല്ലിപ്പുള്ളികൾ. ഇതങ്ങനെയല്ലോ. ഇതൊരു പ്രത്യയശാസ്ത്രപരമായ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ഫാസിസം എന്ന് പറഞ്ഞൊരു ശക്തമായ സാധനമുണ്ട്. അതിന് പ്രത്യയശാസ്ത്രപരമായ ഒരു ബാക്കിങ് കൂടി ഉണ്ട് പുള്ളിക്ക്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ഇന്ത്യ അല്ല, ഗ്ലോബൽ പവറാണ്. അത് മുഴുവൻ ഒരാളുടെ കയ്യിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു, ഒറ്റക്കൊരു വ്യക്തി. അവിടെ അത് വലിയൊരു സംഭവമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ അധികാരമല്ല നരേന്ദ്രമോദിയുടെ കയ്യിലുള്ളത്. മനസ്സിലായില്ലേ? ഒന്നുമല്ല, അതേപോലെ വല്ല കമ്പാരിസൺ ഉണ്ടോ? നരേന്ദ്രമോദിയുടെ കയ്യിലുള്ള അധികാരം എന്ന് വെച്ചാൽ രാജ്യത്തിന് മുമ്പ് ജവഹർലാൽ നെഹ്റുവിനോ ലാൽ ബഹദൂർ ശാസ്ത്രിക്കോ ഈവൻ ഇന്ദിരാഗാന്ധിക്ക് പോലും ഇല്ലാത്ത, ഇന്ദിരാഗാന്ധിയും മോഡിയും തമ്മിലാണ് ശരിക്കും കമ്പാരിസൺ. ഇന്ദിരാഗാന്ധിയുടെ നല്ല കാലം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഇന്ദിരാഗാന്ധി 71 തെരഞ്ഞെടുപ്പ് ജയിച്ചു, വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അത് കഴിഞ്ഞ് പാകിസ്ഥാനി യുദ്ധത്തിൽ തോൽപ്പിച്ചു. 72 നിയമസഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം ജയിച്ചു. അപ്പോൾ സംസ്ഥാനങ്ങളിൽ ഭരണഘടന ഭേദഗതി ചെയ്തു. പിന്നെ പൊക്രാനിൽ ആണവ പരീക്ഷ നടത്തി. സിക്കിമിനെ ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ആര്യഭട്ട, ഭാസ്കര എന്നൊക്കെ പറഞ്ഞ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു. ഹരിത വിപ്ലവം വിജയിപ്പിച്ചു. ഒറ്റ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തം നേടി. ഇത്രയൊക്കെ സക്സസ്ഫുള്ളായിട്ടുള്ള ഇന്ദിരാഗാന്ധി. അന്ന് ഇന്ദിരാഗാന്ധി ആൻഡ് ഇൻവിൻസിബിൾ എന്ന് പറയാവുന്ന സിറ്റുവേഷനിലാണ്, അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പുള്ള സമയം. പക്ഷെ അന്നും ഇന്ദിരാഗാന്ധി എതിർക്കുന്ന ആളുകളുണ്ടായിരുന്നു. മനസ്സിലായോ? പാർലമെൻറ്റിനകത്ത് മൊറാർജി ദേശായി ഉണ്ടായിരുന്നു, പീലും മോഡി ഉണ്ടായിരുന്നു, AKG ഉണ്ടായിരുന്നു, ജ്യോതിർമയി ബസു ഉണ്ടായിരുന്നു, CPMൻ്റെ, അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായിരുന്നു. അങ്ങനെ ഗംഭീരന്മാരായ നേതാക്കന്മാരുണ്ടായിരുന്നു. പാർലമെൻറ്റിന് പുറത്ത് അതിനേക്കാൾ കേമന്മാരായ ജയപ്രകാശ് നാരായണ, ആചാര്യ കൃപലാനിയൊക്കെ ഉണ്ടായിരുന്നു, ജോർജ് ഫെർണാണ്ടസ്. പിന്നെ 8 പേജിൽ 8 കോളത്തിലും എതിർക്കുന്ന ഗോയങ്കയുടെ ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ത്യ പാർലമെൻറ്റിൽ മോഡി എതിർക്കുന്ന NK പ്രേമേന്ദ്രനാണ്, വേറെ ഒരാളില്ല. പിന്നെ മഹുവ മൊയ്ത്ര എന്ന് പറഞ്ഞ ഒരു മെമ്പറാണ്, വേറെ ആരുമില്ല. ഇതാണ് അവസ്ഥ. പാർലമെൻറ്റിൽ പുറത്തോ ആരുമില്ല. എല്ലാ മാധ്യമങ്ങളും പുള്ളിക്ക്. ഇത് മാത്രമല്ല, രാജ്യത്തെ എല്ലാ പണച്ചാക്കുകളും നമ്മൾ വിചാരിക്കണേക്കാളൊക്കെ ഭയങ്കരമാണ് ഇതിൻ്റെ. തരൂർ പക്ഷെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നലത്തെ ഇന്റർവ്യൂ 2002 നടന്ന ഗോദ്ര കലാപം അതൊക്കെ മറക്കേണ്ട സമയമായില്ലേ, കാലം കുറെ മുന്നോട്ട് പോയില്ലേ എന്ന് പറഞ്ഞു. അതങ്ങനെ എളുപ്പത്തിൽ മറക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് മറക്കാതെ ഓർത്ത് വെച്ചുകൊണ്ടിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വല്ല വ്യത്യാസമുണ്ട്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഈ രാജ്യത്ത് നമ്മൾ ഓർത്ത് വെച്ചുകൊണ്ടിരിക്കാനുണ്ട് ഇല്ലേ? പുന്നപ്ര വയലാറ് ഓർക്കാനുണ്ട്, കയ്യൂർ സമരം ഓർക്കാനുണ്ട്. ഇതൊക്കെ ഓർക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബാബറി മസ്ജിദ് തകർത്തിട്ട് പോലും പറഞ്ഞു മനസ്സിലായി. അതൊക്കെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ സമയത്ത് അത്ര റെലവൻ്റ് അല്ല. കാരണം എന്ന് വെച്ചാൽ അയാൾ സത്യത്തിൽ ഈ കലാപം ഉണ്ടായിരുന്നെങ്കിൽ മോഡി എന്ന് പറഞ്ഞൊരു നേതാവ് ഉണ്ടാവില്ലായിരുന്നു ഇല്ലേ? ബട്ട് ഫോർ ദി അത് മാത്രമല്ല, ഇതിൽ യഥാർത്ഥത്തിൽ സംഭവം എന്ന് വെച്ചാൽ ഈ കലാപം കത്തിച്ച ആളുകൾ നരേന്ദ്രമോദിയെ അൺസീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. നരേന്ദ്രമോദി ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ ഒരു വലിയ ഹെവി വെയ്റ്റ് ആയിരുന്നില്ല. പുള്ളിക്ക് ഗുജറാത്തിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല.
പുള്ളിയൊരു മാസ് ലീഡറുമായിരുന്നില്ല. അയാൾ ഒരു RSS പ്രചാരകൻ. ഇതിനു വേണ്ടി ഇങ്ങനെ സെൽഫ്ലെസ് ആയിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അതിൽപ്പെട്ട ഒരാൾ മാത്രമായിരുന്നു. ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻ്റായിട്ടാണ് പുള്ളി അവിടെ ഇറക്കുന്നത്. അപ്പോൾ ഗുജറാത്തിൽ ഏത് കാലത്തും BJPയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് പട്ടേൽ കമ്മ്യൂണിറ്റിയാണ്. പട്ടേൽ കമ്മ്യൂണിറ്റി വാസ് ഡിസ്റ്റൻസ് ഫ്രോം ദ കോൺഗ്രസ് ആൻഡ് ഡ്രിവൻ ടുവേഡ്സ് BJP. അപ്പോൾ അത് വളരെ പവർഫുൾ കമ്മ്യൂണിറ്റിയാണ്. കാരണം അവരുടെ പൈസ ഉണ്ട്, മിഡിൽ ക്ലാസ്സാണ് അത്. അപ്പോൾ അവർ കോൺഗ്രസ്സുകാർ ഏലിയനേറ്റ് ചെയ്തു, എസ്പെഷ്യലി മാധവ് സിംഗ് സോളാങ്കി. അപ്പോൾ ഇവർ റാലിയിങ് അറൗണ്ട് BJP. കേശുഭായ് പട്ടേലാണ് അവരുടെ നേതാവ്. കേശുഭായ് പട്ടേലിനെ മാറ്റും. അപ്പോൾ പട്ടേൽ കമ്മ്യൂണിറ്റി വളരെ അഗ്രീവ്ഡായി. ഏതുപോലെ എന്ന് വെച്ചാൽ നമ്മുടെ യെദ്യൂരപ്പയെ മാറ്റുമ്പോൾ ലിംഗായത്തുകാരെ എതിരാവുന്ന പോലെ. ലിംഗായത്താണ് BJPയുടെ മെയിൻ സ്റ്റേ. അതുപോലെയാണ് പട്ടേൽ കമ്മ്യൂണിറ്റി. അപ്പോൾ പട്ടേൽമാർ മുഴുവൻ എതിരായി. അപ്പോൾ ഒരു സ്റ്റോപ്പ് ഗ്യാപ്പായിട്ടാണ് നരേന്ദ്രമോദി വരുന്നത്. പുള്ളിക്ക് അവിടെ യാതൊരു സപ്പോർട്ടുമില്ല, ജനം നായകനല്ല. ഇയാൾ വന്നതിൻ്റെ പുറകെയാണ് ഈ ഗോദ്ര തീവണ്ടി കത്തിക്കുന്നത്. അത് കൈവിട്ട അവസ്ഥയിലേക്ക് പോകുന്നു, കലാപം വന്നു. നരേന്ദ്രമോദി ശ്രമിക്കുന്നത് കലാപം തടയാനാണ്. പക്ഷേ പുള്ളി വിചാരിച്ചാലും നിൽക്കില്ല. കാരണം പോലീസുകാർ കേൾക്കില്ല, നേതാക്കന്മാർ കേൾക്കില്ല, മന്ത്രിസഭയിലെ മെമ്പർമാർ തന്നെ നടന്ന് കലാപം ആളി കത്തിക്കുകയാണ്. ഇതിൻ്റെ പ്രധാന ആസൂത്രകൻ പ്രവീൺ ഭായ് തൊഗാഡിയ ആയിരുന്നു. തൊഗാഡിയ പട്ടേൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്. അയാൾ ആഗ്രഹിച്ചത് ഇവനെ അൺസീറ്റ് ചെയ്യാമെന്നാണ്. VHPക്കാരാണ് നടത്തിയത്, ഇവൻ RSS അല്ല. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അനിഷേധ്യ നേതാവ് പ്രവീൺ തൊഗാഡിയാണ്. ഇവർ ഇത് ആളി കത്തിക്കുകയും വലിയ പ്രശ്നമായിരിക്കും. സാധാരണ ഈ കലാപങ്ങളൊക്കെ നാട്ടുമ്പുറങ്ങളിൽ, ഈ പട്ടണങ്ങളിലാണ് നടക്കുന്നത്. ഇത് ഗ്രാമങ്ങളിലേക്ക് പടർന്നു പിടിക്കും. അത് വലിയ വിഷയമാകുന്നു. അപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ നരേന്ദ്രമോദിയെ മാറ്റും എല്ലാവരും വിചാരിച്ചു, ഇവരടക്കം വിചാരിച്ചു. മോഡി യഥാർത്ഥത്തിൽ ഇത് കലാപം അമർച്ച ചെയ്യാനാണ് ശ്രമിച്ചല്ല ആഗ്രഹിച്ചത്. ആഗ്രഹിക്കാനേ പറ്റുള്ളൂ, ശ്രമിക്കാൻ പറ്റില്ല. കാരണം പുള്ളി പിടിച്ചാൽ നിൽക്കില്ല, പോലീസുകാർ കേൾക്കില്ല, ആരും കേൾക്കില്ല. ഒരു മാസ് ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പോയിരുന്നു ഒന്നാമത്, ബിക്കോസ് ഓഫ് ദി ഗോത്ര ഇത്. അല്ലെങ്കിൽ പിന്നെ അത്ര ഒരു ഉൾക്കാഴ്ചയുള്ള ഒരു ഭരണാധികാരി ആയിരിക്കണം. ഇത് ഒട്ടും കലാപം ഉണ്ടാവട്ടിരിക്കുകയാണ്. ഇത് അങ്ങനെ ഒന്നും തടയാൻ പറ്റുന്ന സാഹചര്യമല്ല. പിന്നെ ഈ ഗുജറാത്തൊക്കെ പറഞ്ഞാൽ നിരന്തരമായിട്ട് കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. 69 കലാപത്തിൽ അവിടെ അഹമ്മദാബാദിൽ മാത്രമേ ഇതിൽ 2000 ആൾ മരിച്ചു. മനസ്സിലായില്ലേ? ഈ മൊത്തം ഇത്തവണത്തെ ഈ നിങ്ങൾ പറഞ്ഞ ഗുജറാത്തിനേക്കാളൊക്കെ കൂടുതൽ ആൾക്കാർ അഹമ്മദാബാദിൽ മാത്രം മരിച്ചു. അതാണ് അതിൻ്റെ അവിടുത്തെ ഒരു സാഹചര്യം. അതാണ്. മാത്രമല്ല 84, 85 സ്ഥിരം ഇങ്ങനെയുള്ള സംഗതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് 2002 ഇതുണ്ടാകുന്നത്. പക്ഷേ അന്ന് ഇയാളെ അവിടെ ആ ഗോവയിൽ നടന്ന മീറ്റിങ്ങിൽ പുള്ളിയെ പുറത്താക്കിയിരുന്നെങ്കിൽ കഴിഞ്ഞാലേ. പക്ഷെ അവിടെ പുള്ളിക്ക് ഒരു ലൈഫ് കൊടുത്തു. അതാണ് അതിൻ്റെ ടേൺ. അപ്പോൾ ഇയാളെന്ന് ചോദിച്ചാൽ ഇത് മുഴുവനും പുള്ളിയുടെ കഴിവുകൊണ്ടാണ് ഈ കലാപം നടന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം പുള്ളി ഏറ്റെടുത്തു. ടു എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന രീതിയിൽ ഈ കലാപം നടത്തിയത് പുള്ളിയെ പുറത്താക്കാനാണെങ്കിലും ഒരിക്കൽ പുള്ളി പുറത്താകാതെ വന്നപ്പോൾ പുള്ളി അതിൻ്റെ മുമ്പിൽ കയറിയുന്നുണ്ട്. ഈ ചാർലി ചാപ്ലിൻ്റെ സിനിമയിൽ മറ്റേ ഇത് കാണിക്കണ പോലെ പുള്ളി ഫ്രണ്ടിൽ കയറിയുന്നുണ്ട്. ഇതിൻ്റെ നേതാവായി. അതിൻ്റെ ഉത്തരവാദിത്വം പുള്ളി ഏറ്റെടുത്തു. ഹം 5 ഹമാര 50 എന്നൊക്കെ പറഞ്ഞു. പിന്നെ ലിങ്ഡോക്കെതിരായിട്ടുള്ള വലിയ പ്രസ്താവന, നിയമസഭ പിരിച്ചുവിട്ട് ഇലക്ഷൻ നടത്തുക. അവിടെ നിന്നാണ് പുള്ളി പിടിച്ചു കയറി. അല്ലായിരുന്നെങ്കിൽ സുരേഷ് മേത്ത അല്ലെങ്കിൽ ചബിൽ ദാസ് മേത്ത എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു വെറും ഗുജറാത്തിൻ്റെ ചരിത്രത്തിൽ ആരും ഓർക്കാത്ത ഒരു മുഖ്യമന്ത്രിയായിട്ട് പോയത്. BBC ഡോക്യുമെന്ററി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയെ മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. അല്ല, BBC ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് എന്ന രീതിയിൽ ഒരു സാധനം ചെയ്യുന്നു. അവർക്ക് എന്തോടെ ചെയ്യാമല്ലോ. ഞാൻ പറഞ്ഞത് പുള്ളിയെ നന്നാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ല, ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഉള്ളുകളി ഒരുപക്ഷെ അവർക്ക് ഗുജറാത്ത് പൊളിറ്റിക്സിൻ്റെ ഈ നൂലാമാലകൾ ഒരുപക്ഷെ ആളുകൾ മനസ്സിലാക്കിക്കൊള്ളുന്നില്ലല്ലോ. യഥാർത്ഥ സംഭവിച്ച പട്ടേൽ കമ്മ്യൂണിറ്റിയുമായിട്ട് ഇയാളുടെ ഡിസ്റ്റൻസ് ചെയ്യുന്നുള്ളതാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും പട്ടേൽമാർ പുള്ളിയെ തോൽപ്പിക്കാൻ നോക്കും. ഇയാൾ പക്ഷേ ഈ ഹിന്ദുത്വ കാർഡ് ഭീകരമായിട്ട് ഉപയോഗിച്ച് അതിനെയും മറികടക്കുകയാണ് ചെയ്തത്. അത് അതിൻ്റെ അകത്തുള്ള ഇൻറ്റേർണൽ പൊളിറ്റിക്സാണ്. ഇത്തവണ മാത്രമാണ് വീണ്ടും പട്ടേൽ കമ്മ്യൂണിറ്റി വീണ്ടും പുള്ളിയുടെ അടുത്തേക്ക് തിരിച്ചു. കാരണം കേശുഭായ് പട്ടേൽ മരിച്ചു, തൊഗാഡിയ തീരെ വയ്യാത്ത അവസ്ഥയിൽ. അങ്ങനെ പട്ടേൽമാരുടെ മറ്റേ ലീഡർഷിപ്പ് പോയി. പിന്നെ വേറൊരു പയ്യനുണ്ടായിരുന്നല്ലോ, അവനടക്കം ഹാർദിക് പട്ടേലടക്കം തിരിച്ചിതിലേക്ക് വന്നു. അങ്ങനെ പിന്നെ ഒരു പട്ടേലിനെ തന്നെ മുഖ്യമന്ത്രിയാക്കി. ഇനിയിപ്പോൾ പട്ടേൽമാർ പിടിച്ചാലും കിട്ടാത്ത ലെവലിലേക്ക് നരേന്ദ്രമോദി എത്തി. ഈ
ഇതാണ് അതിനകത്തുള്ള സംഗതി. അപ്പോൾ ആ ഒരു അത് ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞില്ല ഇൻറ്റേർണൽ പൊളിറ്റിക്സ് BBC-ക്ക് അത്ര വിഷയമില്ല. അവർ നോക്കും കലാപം നടക്കും. പിന്നെ ഈ മുമ്പ് നടന്ന ഇപ്പോൾ ബഗൽപൂർ ലഹള അല്ലെങ്കിൽ അഹമ്മദാബാദ് മൊറാദാബാദ് എന്നൊക്കെ പറഞ്ഞതിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒരു വ്യത്യാസം വെച്ച് ഇത് കംപ്ലീറ്റ് ടെലിവിഷൻ ചാനലിൽ കണ്ട ഒരു സംഭവമാണ്. ഇതാണ് ആദ്യമായിട്ട് ഈ ദൃശ്യമാധ്യമത്തിൽ പതിഞ്ഞ ലഹള എന്നുള്ളത്. അത് ഗുജറാത്തിൻ്റെ ഒരു പ്രത്യേകത. അതിന് മുമ്പ് ഒരിക്കലും അതിൻ്റെ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. BJPയെ സംബന്ധിച്ചുള്ള സെക്കൻഡ് ലൈൻ തേർഡ് ലൈനൊക്കെ ഒരുപാട് നേതാക്കന്മാരുണ്ടല്ലോ. അത് വാജ്പേയി, അദ്വാനി, ജോഷി കഴിഞ്ഞാൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഗോപിനാഥ് മുണ്ടെ ഉണ്ടായിരുന്നു, പ്രമോദ് മഹാജൻ ഉണ്ടായിരുന്നു, സുഷമ സ്വരാജ് ഉണ്ടായിരുന്നു, രാജ്നാഥ് സിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നും ബ്രാഹ്മണാണെങ്കിൽ ബ്രാഹ്മൺ, രജപുട്ടാണെങ്കിൽ രജപുട്ട്, OBC ആണെങ്കിൽ OBC എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ആരും പ്രതീക്ഷിക്കാതെ നരേന്ദ്രമോദിയാണ് കയറി വന്നിട്ടുള്ളത്. അതാരും വിചാരിച്ചില്ല. ഈവൻ ശിവരാജ് സിംഗ് ചൗഹാൻ ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കിട്ടിയത് പുള്ളിക്കാണ് എന്നുള്ളത്. BJPക്ക് പോലും ഇത്രയും റിസോഴ്സസ് ഉണ്ടായിട്ട് കേന്ദ്രത്തിൽ ഭരണവും അമിത്ഷായും അദാനി, അംബാനി മുതലായ ആളുകളുടെ എന്താണ് സാമ്പത്തിക പിന്തുണ ഉണ്ടായിട്ട് പോലും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും എത്ര കോടി രൂപയാണ് BJPക്കാർ ചിലവാക്കുന്നത്. ഒരു വാർഡിൽ പോലും എത്ര കാശ് ചിലവാക്കുന്നത്. ഒരു ഡിവിഷനിൽ, കോർപ്പറേഷനിൽ ജയിക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ കഴിഞ്ഞാൽ പൈസ അങ്ങോട്ട് പമ്പ് ചെയ്യും. എൻ്റെ വീടിരിക്കുന്ന വാർഡ് 51 കൊല്ലം CPMകാർ ജയിച്ച അവിടെ BJP 2ാം സ്ഥാനത്ത് വന്നു. അടുത്ത പ്രാവശ്യം അവർ ആ സീറ്റ് പിടിക്കാൻ തീരുമാനിച്ചു. അവിടെ ഏറ്റവും അധികം CPMകാരുള്ള ഒരു കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി. അപ്പോൾ ആ വീണ്ടും ഇങ്ങോട്ട് മാറിയില്ല. കുടുംബക്കാർ മുഴുവനും ഒരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ളൊരു അധ്യാപകൻ്റെ മകളാണ്. അപ്പോൾ അദ്ദേഹത്തോടുള്ള താല്പര്യമുള്ളത് അതേ സമയത്ത് തന്നെ നന്നായിട്ട് പൈസയും ചിലവാക്കി. പൈസ ചിലവാക്കിയെന്ന് വെച്ചാൽ ഇവരുടെ ഒരു സ്ക്വാഡ് വർക്കിന് ഞായറാഴ്ച ദിവസം നമ്മുടെ വീട്ടിൽ തന്നെ 80 പേരാണ് പഞ്ചായത്ത് വാർഡിൽ ജയിച്ചു. അപ്പോൾ ആ തവണ ജയിച്ചു, ഒരു 50 വോട്ടിന് ജയിച്ചു. കഴിഞ്ഞ തവണ ഇതേ പെൺകുട്ടി തന്നെ ജനറൽ സീറ്റിൽ നിർത്തി. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ ഇവരെ തോൽപ്പിക്കാൻ വേണ്ടി CPMകാർ ആ തൊട്ടപ്പുറത്തെ ഡിവിഷനിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി. വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഈ ഇവർക്ക് കിട്ടിയതിൻ്റെ പകുതി വോട്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റിന് കിട്ടിയില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വെറും 15 വോട്ടാണ് കിട്ടിയത്. അങ്ങനെയൊക്കെ ചെയ്യാൻ കാശും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. പക്ഷേ എന്നിട്ട് പോലും ഈ ഒരു രണ്ട് മുന്നണികൾക്കിടയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കേരളത്തിൽ BJPക്ക് സ്കോപ്പ് ഉണ്ടാവണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഈ UDF ഇല്ലാണ്ടാവണം. ഒന്നുകിൽ CPM അല്ലെങ്കിൽ കോൺഗ്രസ് പാടെ തകരണം. മനസ്സിലായോ? അത് പറയാൻ പറ്റില്ല. രണ്ടും അത് നമ്മൾ വിചാരിക്കണമല്ലോ. ഇപ്പോൾ 35 കൊല്ലം ഭരിച്ച CPM അവിടെ തകർന്ന് തരിപ്പണമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചു? ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടായില്ലേ? തകരല്ലോ, ഇല്ലാണ്ടായി, വാനിഷ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ ഇവിടെ തകരാൻ കൂടുതൽ സാധ്യത കോൺഗ്രസ്സാണ്. BJPക്കാർ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് തകരാനാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ മുസ്ലിം ലീഗ് 2 വള്ളത്തിലും കാലിട്ടാണ് നിൽക്കുന്നത്. മുസ്ലിം ലീഗ് കോൺഗ്രസ് മാർക്സിസ്റ്റുകാരോട് പോയതല്ല, ആ പണി കഴിഞ്ഞില്ലേ. പിന്നെ UDF ഇല്ലല്ലോ. കുന്നംകുളത്തിന് വടക്കോട്ട് ഒറ്റ കോൺഗ്രസ്സുകാരും ജയിക്കില്ല, തെക്കോട്ടും മിക്കവാറും ആരും തന്നെ ജയിക്കില്ല. പിന്നെ എന്ത് കോൺഗ്രസ്? പിന്നെ ആൾ കാശ് കിട്ടുന്ന ഭാഗത്തേക്ക് കോൺഗ്രസ്സുകാർ പോകും. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇപ്പോൾ തന്നെ മേലോട്ട് നോക്കിയിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞൊരു ഇടത്താവളമാണ്. അൾട്ടിമേറ്റ്ലി ദേ വിൽ ജോയിൻ ഹാൻഡ്സ് വിത്ത് BJP. തരൂർ വന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് സംഭവിക്കും. ഇപ്പം തന്നെ മെത്രാന്മാരെ അതിൽ വലിയൊരു സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് വന്ന കഥയുടെ അവസാന ഭാഗം ഇതാണ്. ഈ 2019 BJP 2ാമത് അധികാരത്തിൽ വന്നപ്പോൾ മെത്രാന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി. ഇത് ആദ്യം പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. ഇനി അടുത്ത കാലത്തൊന്നും ഇവിടെ കോൺഗ്രസ് തിരിച്ചു വരില്ല, ഇനി വളരെ കാലത്തേക്ക് BJPയുടെ ഭരണമായിരിക്കും എന്ന് മെത്രാന്മാർക്ക് മനസ്സിലായി. അവർ ബുദ്ധിയില്ലാത്ത ആൾക്കാരൊന്നുമല്ലോ. ബുദ്ധിയില്ലാത്തവർക്കൊന്നും മെത്രാനാവാൻ പറ്റില്ല, വേറെ പലതും ആവാൻ പറ്റും. ഇപ്പോഴത്തെ കാലത്ത് IAS IPS പോലും ആവാൻ പറ്റും. പക്ഷേ ക്രിസ്ത്യൻ കത്തോലിക്ക സഭയിൽ മെത്രാനാവണമെങ്കിൽ മിനിമം ബുദ്ധിയാക്കി ഇല്ലാണ്ട് പറ്റില്ല. മിനിമം അല്ല, നല്ല ബുദ്ധിയാണ്. അപ്പോൾ അവർക്ക് ആ കാര്യം മനസ്സിലായി. അവരൊരു കാര്യം തീരുമാനിച്ചു, ഇതിപ്പോൾ ഈ രീതിയിൽ പോയാൽ ശരിയാവില്ല, പരമാവധി ഇവരെ സന്തോഷിപ്പിച്ച് പോകണം നല്ലത് എന്ന ഒരു ചിന്തയുടെ ഫലമായിട്ടാണ് അവർ ഈ ഒരു ആൻറ്റി മുസ്ലിം ഫീലിംഗ് ഇവിടെ എന്താണ് കൾട്ടിവേറ്റ് ചെയ്തത്. അത് വലിയൊരളവ് വരെ വിജയിപ്പിച്ച് ഇപ്പോൾ LDFൻ്റെ പങ്കിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ മുസ്ലിം ലീഗ് മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ജോയിൻ ചെയ്തത് സംഭവിക്കും. ഇത് ആളുകൾ അപ്പം തന്നെ തിരിയുമല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം മറ്റതാണ്. അപ്പോൾ അവർ ദേ വിൽ ഇമ്മീഡിയറ്റ്ലി ജോയിൻ ഹാൻഡ്സ് വിത്ത് BJP
ഇവിടെ ഈഴവർക്കും മറ്റുമൊക്കെയുള്ള അത്രയും BJP എതിർപ്പ് ക്രിസ്ത്യാനികൾക്കില്ല. പിന്നെ BJP-കാർ തന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഗോവയിലും മണിപ്പൂരിലും മിസോറാമിലും ഒക്കെ ക്രിസ്ത്യാനികൾക്ക് BJP വാങ്ങി പിന്നെ കേരളത്തിലായിക്കൂടെ, ഒരു വിരോധമില്ല. BJP പൊതുവെ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം ഞങ്ങളുടെ കൂടെ വരും കുറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഈ RSS-നും പിന്നെ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ല. അവർ പറയുന്ന അങ്ങനെ ഒരു സാധ്യത കുറവാണ്. ഒരു കംപ്ലീറ്റ് അങ്ങനെ ഒരു വോട്ട് ബാങ്കായിട്ട് വരാൻ സാധ്യതയില്ല. ഇടയ്ക്ക് കുറച്ച് വോട്ടൊക്കെ വരാൻ സാധ്യതയുള്ളൂ. അല്ല, അതിപ്പോൾ ഇവരിവിടെ നിന്ന് പ്രഡിക്റ്റ് ചെയ്യണ പോലെ അല്ലല്ലോ, അവിടെ ഇരിക്കുന്ന ആൾക്കാരല്ലേ ഇതിൻ്റെ. നമ്മൾ ഇവിടുത്തെ BJP-കാരെ വെച്ചിട്ട് നിങ്ങൾ കേന്ദ്രത്തിലെ BJP-കാരെ കണക്കൂട്ടരുത് പറഞ്ഞത്. ഇവിടുത്തെ ഇവിടുത്തെ സംസ്ഥാന BJP നേതൃത്വത്തിനകത്ത് ഒരു ജാതി വൈരം ആണോ ഉള്ളത്? നായർ ഈഴവ വിഷയത്തേക്കാൾ കൂടുതലായിട്ട് ഇവർക്ക് ആർക്കും തന്നെ ഈ സ്വന്തം മൂക്കിനപ്പുറമുള്ള കാഴ്ചകൾ കാണാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ലീഡർഷിപ്പ് ക്വാളിറ്റീസ് വളരെ കുറവാണ്. ജാതിപരമായിട്ടുള്ള ഒരു ഘടകം ഉണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ ജാതി മാത്രമല്ല, ജാതിയേക്കാൾ അതീതമായിട്ട് ഈ വ്യക്തികൾ തമ്മിലുള്ള സ്പർദ്ധയാണ്. മനസ്സിലായില്ലേ? BJP-യിൽ പണ്ട് മുരളിയുടെ ഗ്രൂപ്പ്, കൃഷ്ണദാസിൻ്റെ ഗ്രൂപ്പ്, ഇങ്ങനെ 2 ഗ്രൂപ്പായിരുന്നു. ഇപ്പോൾ അതുപോലെ നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഒരു കാരണവശാലും എന്നെ തലണ്ടമ്മാവാൻ ഞാൻ നന്നാവില്ല എന്ന പഴയ പ്രിൻസിപ്പിളാണ്. ആദ്യം പറഞ്ഞു RSS-ഉം CPM-ഉം ഫാസിസ്റ്റ് ടോട്ടാലിറ്റേറിയൻ ആണെന്ന്. CPI ഏത് വിഭാഗത്തിൽപ്പെട്ടു? അതൊരു ഭയങ്കര ചോദ്യമാണ്. CPI എന്ന് വെച്ചാൽ ഈ ജനാധിപത്യ സംവിധാനത്തിൽ വളരെ കാലം പ്രവർത്തിച്ച് അതിൻ്റെ ഈ ഒരു ടോട്ടാലിറ്റേറിയൻ സ്വഭാവം നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ അത് ആ രീതിയിലുള്ള ഒരു വളരെ കുറവുള്ള പാർട്ടിയാണ്. ഇടതുപക്ഷ സ്വഭാവം എന്നുള്ളതല്ല, അതിൻ്റെ ഒരു ഫാസിസ്റ്റ് സ്വഭാവം അല്ലെങ്കിൽ ഏകാധിപത്യ സ്വഭാവം. അത് ഒരു കാര്യമുണ്ട് ഇതിൽ. ആദ്യം മുതലേ CPI എന്ന് പറയുമ്പോൾ നമ്മളിത് പിളർന്നതിന് ശേഷമുള്ളതല്ല, ആദ്യം മുതലേ ഈ പാർട്ടിക്കകത്ത് ചരിത്രപരമായിട്ട് ഒരു സംഘർഷമുണ്ട്. ചെറിയ സംഭവമല്ല. ഇപ്പോൾ ഈ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു കോളത്തിൽ നിൽക്കുന്ന കാര്യമല്ല, വളരെ പ്രാഥമികമായിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ കിട്ടിയില്ലോ എന്നുള്ള ചോദ്യം. 47 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നാണ് ആദ്യം പാർട്ടി വിചാരിച്ചത്. എല്ലാവരും അങ്ങനെ വിചാരിച്ചത്. PC ജോഷിയായിരുന്നു അന്ന് ജനറൽ സെക്രട്ടറി. സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പാർട്ടി തീരുമാനിച്ചു. സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ പങ്കെടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ പാർട്ടിയിലെ ബുദ്ധിജീവികൾ ഒന്നുകൂടി കൂടിയിരുന്ന് ആലോചിച്ചപ്പോൾ അവർക്ക് തോന്നി സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, ഈ കാണുന്ന സ്വാതന്ത്ര്യം അല്ല എന്ന് മനസ്സിലായി. അത് BT രണദേവിയായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട തിങ്ക് ടാങ്ക്. അതൊക്കെ വലിയ ബുദ്ധിജീവികളാണ്. ഇപ്പോൾ നമുക്ക് ആകെ ഐസക്കിനെ പോലെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ, അന്ന് മുഴുവൻ ബുദ്ധിജീവികളാണ്. അപ്പോൾ ഇവരെ കൂടി ആലോചിച്ചിട്ട് ഇത് സ്വാതന്ത്ര്യമല്ല എന്നും സ്വാതന്ത്ര്യത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ച, സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ച PC ജോഷി ഇന്ത്യയുടെ തൊഴിലാളി വർഗത്തോട് വലിയൊരു തെറ്റാണ് ചെയ്തതെന്നും കണക്കൂട്ടി അദ്ദേഹത്തെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റി. അങ്ങനെയാണ് കൽക്കട്ട കോൺഗ്രസ്. ഇപ്പോൾ കൽക്കട്ട കോൺഗ്രസിൻ്റെ 75ാം വാർഷികം വരാൻ പോവാണ് ഈ വരുന്ന ഫെബ്രുവരി അവസാനമാണ്. അപ്പോൾ കൽക്കട്ട കോൺഗ്രസ് പാർട്ടിയുടെ 2ാം കോൺഗ്രസ് കൽക്കട്ടയിൽ നടക്കുകയാണ്. കൽക്കട്ടയിൽ വെച്ച് ഇതേ തർക്കം ഉണ്ടായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് കുറച്ച് പേര് പറഞ്ഞു, ഇല്ല സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് ബഹുഭൂരിപക്ഷം ആൾക്കാർ പറഞ്ഞു. അത് പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്നുള്ള പോയിന്റ് അവർ തൽക്കാലത്തേക്ക് അംഗീകരിച്ചു. അങ്ങനെ നമ്മൾ സായുധ സമരം നടത്തി ഇന്ത്യ മോചിപ്പിക്കാൻ തീരുമാനിച്ചു. വലിയ പ്രശ്നത്തിൽ അത് കഴിഞ്ഞപ്പോൾ അത് തെറ്റായിരുന്നു മനസ്സിലായി. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അപ്പോഴും വലിയ പ്രശ്നമുണ്ട്. ഇന്ത്യയുടെ മുഖ്യ ശത്രു അമേരിക്കയാണോ ബ്രിട്ടനാണോ എന്നുള്ള കാര്യത്തിൽ തർക്കം. മനസ്സിലായി? ഇന്ത്യയുടെ മുഖ്യ ശത്രു അമേരിക്കയാണ് എന്ന് വിചാരിച്ചവരാണ് ഇപ്പോഴത്തെ CPI-ക്കാർ. ബ്രിട്ടനാണ് എന്ന് ശടിച്ചവരാണ് CPM-കാർ. അത് അന്നോട്ട് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വിചാരിച്ചവരാണ് CPI-ക്കാർ. സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞവരാണ് CPM-കാർ. ബ്രിട്ടനാണ് ഇന്ത്യയുടെ മുഖ്യ ശത്രു എന്ന് പറഞ്ഞവർ CPM-കാർ. ജവഹർലാൽ നെഹ്റു ബ്രിട്ടൻ്റെ ഏജൻ്റാണെന്ന് വിശ്വസിച്ചവരാണ് CPM-കാർ. കോൺഗ്രസുമായിട്ട് സഹകരിക്കണം, അതിൽ ഞാൻ ഡാങ്കെ അംഗീകരിക്കും. അത് നമ്മൾ ശരിക്കും ചരിത്രപരമായിട്ട് ഈ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കിയ ഏക നേതാവ് ഡാങ്കെ മാത്രമാണ്. പുള്ളി പറഞ്ഞു കോൺഗ്രസ് ഒരു ബൂർഷ്വാ പാർട്ടിയാണ്, അതിൻ്റേതായ പല പോരായ്മകളുണ്ട്. എങ്കിൽ പോലും കോൺഗ്രസ് ദുർബലമായി കഴിഞ്ഞാൽ ഇവിടെ ശക്തിപ്പെടാൻ പോകുന്നത് സോഷ്യലിസ്റ്റുകളോ കമ്മ്യൂണിസ്റ്റുകളോ ആയിരിക്കില്ല. ഇവിടെ ശക്തിപ്പെടാൻ പോകുന്നത് ഈ തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരായ സ്വതന്ത്ര പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ട്. ശരിക്കും അമേരിക്കൻ മാതൃകയിലുള്ള വികസനം വേണമെന്ന് ആഗ്രഹിച്ച ഒരു പ്യുവർലി ക്യാപിറ്റലിസ്റ്റ് ഐഡിയോളജി ഫോളോ ചെയ്ത ഒരേ ഒരു പാർട്ടി ഇന്ത്യ ചരിത്രത്തിൽ ഈ സ്വതന്ത്ര പാർട്ടി മാത്രമാണ്. അവരും
അതിനോട് കൂട്ടുപിടിക്കുന്ന ഈ ഫാസിസ്റ്റ് അജണ്ട മുന്നോട്ട് വയ്ക്കുന്ന ജനസംഘം പോലുള്ള പാർട്ടികളുമായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ കോൺഗ്രസ്സിലെ പുരോഗമന ചിന്താധികാരമായിട്ട് സഹകരിക്കണം. ഇങ്ങനെയാണ് പാർട്ടിയിൽ റിഫ്റ്റ് ഉണ്ടാവുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ കിട്ടിയില്ലോ എന്നുള്ള ചോദ്യം. ജവഹർലാൽ നെഹ്റുവിനെ നമുക്ക് പിന്തുടരാവുന്ന ഒരു മാതൃകയാണോ അല്ലയോ എന്നുള്ള രണ്ടാമത്തെ. കോൺഗ്രസുമായിട്ട് സഹകരിക്കാൻ പാടുണ്ടോ പാടില്ല എന്നുള്ള ചോദ്യം. ഇല്ല, അത് കോൺഗ്രസ്സാണ് നമ്മുടെ മുഖ്യ ശത്രു. കോൺഗ്രസിനെ തകർത്തിട്ട് പിന്നെ നമുക്ക് ജനസംഘത്തെയും സ്വതന്ത്ര പാർട്ടിയൊക്കെ ശരിയായിക്കളയും എന്ന് വിചാരിച്ചവരാണ്. ജുഡീഷ്യറിയിലേക്ക് അല്ല, ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ ഈ അടിസ്ഥാനപരമായൊരു സംഘർഷം അവിടെയുണ്ട്. അങ്ങനെയാണ് 62-ൽ ചൈനയോടുള്ള ആക്രമണം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ചൈന ഇന്ത്യയാണോ ആക്രമിച്ചത്, ഇന്ത്യ ചൈനയാണോ ആക്രമിച്ചതെന്നുള്ള വിഷയത്തിൽ തർക്കമുണ്ടായി. ചൈന ഇന്ത്യ ആക്രമിച്ചു എന്ന് വിശ്വസിച്ച ആൾക്കാരാണ് CPI-ക്കാർ. അങ്ങനെയല്ല, ചൈന ഒരിക്കലും, കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈന ഒരിക്കലും ഒരയൽ രാജ്യത്തെ ആക്രമിക്കില്ല എന്നും അമേരിക്കക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജവഹർലാൽ നെഹ്റു കള്ളം പറയുകയാണ് എന്നും വാദിച്ച ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു അടിസ്ഥാനപരമായിട്ട് വ്യത്യാസം അന്നോട്ടേ ഉണ്ട്, നമ്മൾ വിചാരിക്കണ പോലെയല്ല. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു വേറൊരു രീതിയിലുള്ള സംഗതിയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? അതുകൊണ്ട് CPI ഒരു നല്ല പാർട്ടിയാണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ CPI-യുടെ ഏറ്റവും നല്ല കാലം കോൺഗ്രസുമായിട്ട് UDF-നുമായിട്ട് ചേർന്ന് കേരളത്തിലുള്ള കാര്യങ്ങളല്ലേ? അങ്ങനെ വേണമെങ്കിൽ പറയാം. നമുക്ക് അതൊക്കെ അത് കാലഘട്ടത്തിൻ്റെ വ്യത്യാസമില്ലേ? അന്നത്തെ കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസ്. അന്ന് ഇന്ദിരാഗാന്ധി ഉണ്ട്, പുരോഗമന ചിന്താഗതിയുണ്ട്, ബാങ്ക് നാഷണലൈസേഷൻ ഉണ്ട്, പ്രിവി പേഴ്സ് നിർത്തലാക്കിയ സമയം. അന്ന് സാഹചര്യങ്ങൾ മാറിയില്ലേ? നമ്മൾ അത് വെച്ചിട്ട് അന്നത്തെ ശരി ഇപ്പോഴത്തെ തെറ്റെന്ന് പറയാൻ പറ്റില്ല. ലോക സാഹചര്യങ്ങൾ മാറി. ലോക സാഹചര്യം സോവിയറ്റ് യൂണിയൻ ഇല്ലാണ്ടായി. പല ഘടകങ്ങളുണ്ട്. ഈസ്റ്റേൺ ബ്ലോക്ക് മൊത്തത്തിൽ പൊളിഞ്ഞു. പിന്നെ ഇന്ത്യയിലെ തന്നെ സാഹചര്യങ്ങൾ മാറിയില്ലേ? കോൺഗ്രസ് ഒരു ഘടകമല്ലാണ്ട് ഈ BJP വലിയ ഘടകമായി. നമ്മളിപ്പോൾ ആരെയും നിർക്കണമെന്നുള്ള നമുക്ക് തന്നെ ഓർമ്മയില്ലാത്ത അവസ്ഥയല്ലേ? അതൊക്കെ അവർ വെറുതെ നമ്പർ പറഞ്ഞല്ലേ. ഈ പോകാൻ സാധ്യതയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. തിരിയില്ല. PC ജോർജിനെ കുറിച്ച് ഞാൻ ഈ മലയാളം വാരികയിൽ തന്നെ ഭയങ്കര വലിയ ലേഖനം എഴുതിയിട്ടുണ്ട്. പൂഞ്ഞാറിൽ നിന്ന് പുതിയ പുണ്യവാളൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഒരു വലിയ പരസ്യമായിട്ട് ഹോർഡിങ് പോലും വെച്ചിരുന്നു. ഏത് പുള്ളി ഇവരുടെ ചീഫ് വിപ്പായ സമയത്ത്. അല്ലേ, വ്യക്തിപരമായിട്ട് ജോർജിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ചിലപ്പോൾ ഞങ്ങളുടെ ഒരേ സ്വഭാവക്കാരായതുകൊണ്ടായിരിക്കും. എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ സ്നേഹമുള്ള ആളുകൾ, ഒരാൾ PC ജോർജ്, പിന്നെ വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെയാണ്. അതെന്താ അറിയില്ല, അത് നമുക്കൊരാളെ കാണുമ്പോൾ പെട്ടെന്ന് ആയിരിക്കും ചിലപ്പോൾ. PC ജോർജിന് മറ്റ് രാഷ്ട്രീയക്കാർക്കുള്ള അത്ര കാപട്യമില്ല. കാരണം അയാൾക്ക് വേറെ പല കുഴപ്പങ്ങളും ഉണ്ടെങ്കിലും അതാണ് ഒരു കാരണം. വെള്ളാപ്പള്ളിക്കും ഇല്ല. പക്ഷേ ഈ PC ജോർജിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ എടുത്തു നോക്കുമ്പോൾ അത് അത്ര ലളിതമാണോ? എന്താണ് PC ജോർജിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ പലതും ഉണ്ടല്ലോ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടായാലും അല്ല, അത് രാഷ്ട്രീയമല്ലേ? ആൾക്കാർ അധിക്ഷേപിക്കുന്നത്, തല്ലാൻ ചെല്ലുന്നത്, തൂക്കെടുക്കുന്നത്, അതൊക്കെ കൂടി ചേർന്നാണല്ലോ തെറി പറയുന്നത്. അത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം ആ രീതിയിലായിരുന്നു. ഇപ്പം നിങ്ങളിപ്പോൾ കാണുന്ന പോലത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എത്ര ഉദാഹരണങ്ങളാണ് ഇപ്പോൾ വലിയ നേതാക്കന്മാർ. പരമ്പള്ളി ഗോവിന്ദൻ ചെറിയ ആളൊന്നുമല്ലല്ലോ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ പോലും ഉണ്ടായിരുന്നതാണ്. തിരുക്കൊച്ചിയിൽ മുഖ്യമന്ത്രി ആയിരുന്നതാണ്. ലോ മിനിസ്റ്ററായിരുന്നു സെൻട്രലിൽ. പനമ്പള്ളി ഗോവിന്ദൻ. രാഹുൽ ഗാന്ധി തീരെ മോശക്കാരനെന്ന് എനിക്ക് അഭിപ്രായമില്ല. അയാൾ കഴിവും ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ്. പക്ഷേ പുള്ളി പ്രസിഡൻ്റായ സമയം തീരെ പറ്റിയില്ല. മനസ്സിലായില്ലേ? കോൺഗ്രസ് ക്ലിക്കാകാത്ത രാഹുൽ ഗാന്ധിയുടെ കുറ്റമല്ല, പുള്ളിയുടെ പോരായ്മ കൊണ്ടുമല്ല. പാർട്ടി സംവിധാനം അത്രയും ദുർബലമായി. ഫസ്റ്റ് ഓഫ് ഓൾ, അതായത് ഈ ഗാഡ്ജറ്റിക് പ്ലെയിനിൽ കോൺഗ്രസ് ഇല്ല. UP, ബീഹാർ, ജാർഖണ്ഡ്, ബംഗാൾ വരെയുള്ള പ്രദേശത്ത് കോൺഗ്രസിൻ്റെ സാധനമില്ല. പിന്നെ മഹാരാഷ്ട്ര, രാജസ്ഥാൻ, മധ്യപ്രദേശ്, അങ്ങനെ ഒരു ഏരിയയിലേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഡെക്കാൻ, അതുപോലെ സൗത്ത് ഇന്ത്യ. പക്ഷെ അതിനപ്പുറത്ത് കോൺഗ്രസ്സിന് തീരെ ഇത്രയും സ്ഥലം വെച്ചിട്ട് പിന്നെ കൊണ്ടുപോകണം. പിന്നെ ഇപ്പം പണ്ട് കോൺഗ്രസ്സിന് വളരെ ഈ പ്രാദേശികമായിട്ട് വളരെ കഴിവുള്ള നേതാക്കന്മാർ, ആളെ കൂട്ടാൻ പറ്റിയ കരുണാകരൻ കേരളത്തിൽ, കറുപ്പനയ്യ മൂപ്പനാർ തമിഴ്നാട്ടിൽ, അല്ലെങ്കിൽ വിജയഭാസ്കർ റെഡ്ഡി, ചെന്ന റെഡ്ഡി ഒക്കെ ആന്ധ്രയിൽ, അല്ലെങ്കിൽ YS രാജശേഖർ റെഡ്ഡി,
പിന്നെ ബീഹാറിൽ ജഗന്നാഥ മിശ്ര, JB പട്നായിക് ഒറീസയിൽ, വസന്തദാദ പാട്ടീൽ മഹാരാഷ്ട്രയിൽ, ബംഗാരപ്പ, ഗുണ്ട്റാവു മുതലായ ആളുകൾ കർണാടകത്തിൽ. ഇങ്ങനെ ഓരോ സ്ഥലത്തും ബൻസിലാലോ അല്ലെങ്കിൽ ദേവിലാൽ, ഭജൻലാലിനെ പോലുള്ളവരൊക്കെ ഹരിയാനയിൽ, ബിയാൻ സിംഗ് സിംഗുമാർ പഞ്ചാബിൽ, ഓരോ സ്ഥലത്തും ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനത്തെ നേതാക്കന്മാരെ ഒരു സ്ഥലത്തും ഇല്ല. ഈ തൻ്റെടികളായ 10 ആളെ കൂട്ടുപിടിച്ച് ജയിക്കാൻ പറ്റിയ ആൾ. ഏറ്റവും അവസാനത്തെ ആൾ വീരഭദ്ര സിംഗ് ആയിരുന്നു, പുള്ളി മരിച്ചുപോയി. അപ്പോൾ അതുപോലുള്ള ലീഡർഷിപ്പ് ഇല്ലണ്ടായി. അത് കുറേയൊക്കെ ഇവർ ഇങ്ങനത്തെ ഒരു ലീഡർഷിപ്പിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല. നെഹ്റു ഫാമിലി ദുർബലമായി കഴിഞ്ഞപ്പോൾ അവരെക്കാൾ മേതെ ഒരാൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കുറേ പേരെ, അതാണ് ഒരു പ്രധാന ഘടകം. പിന്നെ സക്സസീവായിട്ട് വന്ന ലീഡേഴ്സൊക്കെ ഒരു ഇമാജിനേഷൻ ഇല്ലാത്തവരും. രാഹുൽ ഗാന്ധിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു അഡ്വൈസ് കിട്ടുന്നില്ല. KV തോമസ് മാഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ മാഡത്തിന് അല്ല രാഹുൽ ഗാന്ധിക്ക് ഒന്നും അറിയില്ല, മീൻസ് രാഷ്ട്രീയത്തിൻ്റെ ഊടുപാടുകൾ അറിയില്ല. മാഡത്തിനൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ മാഡത്തിന് എല്ലാ കാര്യങ്ങളും ഉപദേശിക്കാനായിട്ട് അഹമ്മദ് പട്ടേലുണ്ടായിരുന്നു. അഹമ്മദ് പട്ടേലിന് വേണ്ടി ചാണക്യനാണ്, അയാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. കോൺഗ്രസ് പാർട്ടിക്ക് എവിടെ എത്ര വോട്ടുണ്ട്, ഏത് നേതാവ് വിചാരിച്ചാൽ എത്ര വോട്ട്, അല്ലെങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നൊക്കെ പുള്ളി കൃത്യമായിട്ടുള്ള അഡ്വൈസ് കൊടുക്കും. അത് മാഡത്തിൻ്റെ പേരിൽ പാർട്ടിയുടെ തീരുമാനമായിട്ട് വരും. രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ഒരാളില്ല. പിന്നെ പുള്ളിക്ക് അഡ്വൈസ് കൊടുക്കുന്നത് വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷുമാണ്. സൂർജേവാല എന്ന് പറഞ്ഞൊരു വാലയുണ്ട്, രൺദീപ് സിംഗ് സുർജേവാല. അതിൻ്റെ കുഴപ്പമാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോഴല്ല പുള്ളി പാർട്ടിയിലുള്ള കാലത്ത് പറഞ്ഞാൽ, ഇപ്പോഴല്ല മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആയിരുന്ന സമയത്ത് പറഞ്ഞാൽ. അതാണ് കുഴപ്പം, അത് സത്യമാണ്. അപ്പോൾ പ്രോപ്പർ അഡ്വൈസേഴ്സ് ഇല്ല എന്നുള്ള ഒരു പ്രശ്നമാണ്. അല്ലെ ആരെക്കൊണ്ട് എത്തിയപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം പഞ്ചാബിൽ ലീഡർഷിപ്പ് ചേഞ്ച് നടത്തിയാണ്. കോൺഗ്രസ്സിൽ ജയിക്കാൻ പറ്റിയ ഒരു നല്ല സ്റ്റേറ്റായിരുന്നു പഞ്ചാബ്. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് നല്ല ജനപിന്തുണയുള്ള ആളുമായിരുന്നു. അയാളെ മാറ്റിയിട്ട് ആരും തന്നെ ആയാലും, ഞാൻ പറഞ്ഞത് എന്തൊരു കലാമിറ്റിയാണെന്ന് അറിയിച്ചു. എന്നിട്ട് ഈ ക്രിക്കറ്റ് കളിക്കാരൻ പറഞ്ഞു കേട്ടിട്ട് അയാളെ വല്ല വേറൊരുത്തര് ചരൺജിത് സിംഗ് ചാൻഡി, അതിന് മുമ്പ് ആരും കേട്ടില്ല, അതിന് ശേഷം ആരും കേട്ടില്ല. അയാൾ കഴിഞ്ഞ തോറ്റുപോയി. ഒരു മുഖ്യമന്ത്രിയെ ഇലക്ഷന് തോറ്റുപോയി. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നുള്ള ഒരു പ്രതീക്ഷയുടെ ആർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. ആരാ പ്രതീക്ഷിച്ച? ആരും ചിലപ്പോൾ അല്ല മൂഢന്മാർ വിശ്വസിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിന് ഇത്രയും വോട്ട് കിട്ടും. അല്ലല്ല രാഹുൽ ഗാന്ധി അല്ലേ മോഡി വരാനിരിക്കുക, ആന്റി മോഡിയാണ്. അതെ, ആന്റി മോഡി വോട്ടാണല്ലോ അവർക്ക് പോയത്. പക്ഷെ ഇത്തവണ ഈ 2024 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ MA ബേബി പ്രധാനമന്ത്രി ആൾക്കാർ CPM വോട്ട് ചെയ്യോ? 2024 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വരുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? അപ്പൊ പിന്നെ ഇല്ല, ആരും പ്രതീക്ഷിക്കില്ല. ആരും പ്രതീക്ഷിക്കില്ല. അപ്പൊ പിന്നെ എന്തിനാ കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ പിന്നെ BJP വോട്ട് ചെയ്യണ്ട്. ഇപ്പോഴും ഈ പാർലമെൻറ്റ് ഇലക്ഷൻ BJPക്ക് കൂടുതൽ വോട്ടുണ്ട്. കാരണം ഈ ഇലക്ഷൻ എന്ന് വെച്ചാൽ കോൺഗ്രസ് BJP തമ്മിലാണ്. LDFന് അവിടെ വലിയ പ്രസക്തിയില്ല. ഇവരവിടെ പോയിട്ട് എന്തിനാണെന്ന് പല ആൾക്കാരും ഇങ്ങനെ ചോദിക്കണം, നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ കോൺഗ്രസിന് തീരെ സാധ്യതയില്ലാന്ന് തോന്നിയ ഇലക്ഷനാണ് 2004 ഇവിടെ LDF 19 സീറ്റ് ജയിച്ചത്. ഒരു അറുപശം ജയിക്കില്ലെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ സത്യത്തിൽ സംഭവിച്ചാൽ അങ്ങനെയല്ല. ഇടയ്ക്ക് ചില ഫോട്ടോകളും വാർത്തകളും ഒക്കെ വന്നതെന്ന് പറഞ്ഞാൽ താങ്കൾ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തു. അവരുടെ തന്നെ പ്രത്യേക പരിപാടികളായ രാഖി കെട്ടൽ തുടങ്ങിയ ചടങ്ങുകളിൽ പങ്കാളിയായി. അതെങ്ങനെയാണ് സംഭവിച്ചത്? രാഖി കെട്ടുന്ന പരിപാടി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ നടന്ന പരിപാടിയാണ്. പക്ഷെ അത് RSS ചെയ്യുന്നതാണ്. ഞാനിങ്ങനെ EK സുനിയുടെയും AP സുനിയുടെയും ലീഗിൻ്റെയും പാണക്കാട് തങ്ങളുടെ ബിരിയാണി തിന്നുന്ന പടം ഉണ്ട് കാണിച്ച. അതിനർത്ഥം ഞാൻ ലീഗാണെന്നാണ്. നല്ല കാര്യം. ബിരിയാണി തിന്നുന്നത് രാഖി കെട്ടുന്നതും ഒന്നാണ്. ഇതൊക്കെ ഒരു ചടങ്ങല്ലേ. ലീഗിൻ്റെ ഇപ്പം നാളെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ പരിപാടിയുണ്ട് ഗേറ്റ് വേ ഹോട്ടൽ. ഞാൻ പങ്കെടുക്കുന്നുണ്ട്. കൂടെ കുഞ്ഞാലിക്കുട്ടിയുണ്ട്, സലാമുണ്ട്, തങ്ങളുമുണ്ട്. ഇബ്രാഹിം കുഞ്ഞോട് വളരെ കളങ്കിതനായിട്ട് അറിയപ്പെടുന്ന ഒരു നേതാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പുണ്യാളന്മാരാണ്. ഇതോട് ബന്ധപ്പെട്ട ഒരു സംശയം കൂടെ, ഈ RSSനോടുള്ള ജയശങ്കറിന്റെ നിലപാട് എന്താണ്? RSS ശരിക്കും അൾട്രാ നാഷണലിസം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. സാമുദായമല്ല ഇന്നത്തെ, അതിനേക്കാളും തീവ്ര ദേശീയത. ഹിറ്റ്ലർ, മറ്റേ മുസോളിനി,
ഇറ്റലിയിൽ മുന്നോട്ട് വെച്ച അതേ സാധനമാണ്. അതൊരു ഫാസിസ്റ്റ് സംഘടനയാണ് എന്നുള്ള ഒരു ഇതുണ്ട്. അതാണ് ഫാസിസം. ഫാസിസം എന്ന് പറഞ്ഞത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഹിന്ദുത്വം അല്ല അതിൻ്റെ അടിസ്ഥാനം, തീവ്രദേശീയതയാണ്. അത് ഞാൻ എപ്പോഴും പറഞ്ഞതല്ലേ, തീവ്രദേശീയതയാണ് ഫാസിസം എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് നാസിസത്തിൽ കുറച്ച് റഷ്യലായിട്ടുള്ളൊരു സാധനം കൂടി എൻ്റെ ചേർത്തു എന്ന് മാത്രം. ബേസിക്കലി ശരിക്കും മുസോളിനിയാണ് ഫാസിസം. ഇറ്റലിയാണ് എല്ലാം എന്നുള്ളതാണ് എൻ്റെ. ഇറ്റലി ഫസ്റ്റ്. മാത്രമല്ല ഈ രാഷ്ട്രസങ്കല്പമാണ് ഇവരുടെ രാഷ്ട്രമുള്ളത്, ഹിന്ദു രാഷ്ട്രം. രാഷ്ട്രം ഒരു വലിയ വൃക്ഷവും വ്യക്തികൾ അതിൻ്റെ ഇലകളുമാണ്. ഇലകൾ കൊഴിഞ്ഞു പോകും, പക്ഷേ വൃക്ഷം നിലനിൽക്കും. അതാണ് അതിൻ്റെ മുസോളിനിയുടെ പ്രിൻസിപ്പിൾ. അതുകൊണ്ട് ഓരോ ഇറ്റാലിയൻ പൗരനും ഇറ്റലിക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുക. വാർ ഈസ് ടു മാൻ വാട്ട് മെറ്റേണിറ്റി ടു വുമൺ എന്നുള്ളതാണ്. പെർപ്പച്വൽ വാർഫെയറിലാണ് അവർ വിശ്വസിക്കുന്നത്. ഇതേ സാധനം തന്നെയാണ് സ്പെയിനിൽ ഫ്രാങ്കോ നടപ്പിലാക്കി. സംഘടനയാണ് എന്നാണോ പറയുന്നത്? ശരിക്കും ഫാസിസ്റ്റ് സംഘടന എന്ന് പറയുന്നത് മുസോളിനിയുടെ ഫാസിസ്റ്റ് പാർട്ടി പോലെ തന്നെയുള്ള ഒരു കറക്റ്റ്. അത് ഇവിടെ ഫാസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ RSS എന്ന് വിചാരിക്കണം. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ തിയററ്റിക്കലി ആണ്. എന്താ സംശയമുള്ളത്? ആണ്. പിന്നെ RSS അതെ. അത് തന്നെ ഈ തീവ്ര ദേശീയതയുടെ സ്ഥാനത്ത് നമ്മൾ തൊഴിലാളി വർഗ സർവാധിപത്യത്തെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേതായി പറഞ്ഞു. ഞാനതിൽ പറഞ്ഞു തുടങ്ങിയത് പൊട്ടൻഷ്യലി ഫാസിസ്റ്റായിട്ടുള്ള രണ്ട് സംഗതികളാണ് പിണറായി വിജയനും നരേന്ദ്രമോദിയും. ഒരു സംശയമില്ല. ഏതാ ചുവന്ന ഫാസിസം? ചുവന്ന ഫാസിസം കാവ്യ സാധനം ഒന്ന് തന്നെ. അതിന് അടിസ്ഥാനപരമായിട്ട് ടോട്ടാലിറ്റേറിയൻ, ഈ വ്യക്തികൾക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കാത്ത, വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കാത്ത. ഞാനിത് തിയററ്റിക്കലായിട്ടുള്ളൊരു സംഗതിയാണ് പറഞ്ഞത്. വ്യക്തികൾ എന്നുള്ളത് അപ്രസക്തമാണ്, അപ്രധാനമാണ്. അവിടെ നാഷൻ, നമ്മുടെ ദേശീയതയാണ്. രാഷ്ട്രമാണ്. രാജ്യം എന്ന് പറയില്ല അവർ. BJPക്കാർ രാജ്യം എന്ന വാക്കല്ല ഉപയോഗിക്കുക. രാഷ്ട്രമാണ് പറയുന്നത്, നേഷൻ. മറ്റിടത്ത് പാർട്ടിയാണെങ്കിൽ വർക്കിംഗ് ക്ലാസ്സാണ്, ക്യാപിറ്റലിസ്റ്റിനെതിരായിട്ടുള്ള നമ്മുടെ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രോളിറ്റേറിയറ്റ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാധനമാണ്. കൺസെപ്റ്റിൽ ചെറിയ മാറ്റമുള്ളൂ, പക്ഷേ സംഗതി അടിസ്ഥാനപരമായിട്ട് രണ്ടും ഈ ഏകാധിപത്യപരമാണ്. ഡിക്റ്റേറ്റർഷിപ്പ് എന്നുള്ള അർത്ഥത്തിലല്ല, ടോട്ടാലിറ്റേറിയനിസം. അവരുടേതല്ലാത്ത വേറൊരു അഭിപ്രായത്തെ അവർ മാനിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇതിൽ ഈ ഫാസിസ്റ്റുകൾ തീവ്രദേശീയത മാത്രമല്ലല്ലോ, അന്യമതസ്ഥരോടും പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളോടും ഇന്ത്യൻ സാഹചര്യത്തിലാണെങ്കിൽ മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടുമുള്ള അസഹിഷ്ണുത. അത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കുണ്ടോ? അങ്ങനെ രണ്ടുപേരെ ഇക്വേറ്റ് ചെയ്യാൻ കഴിയുമോ? ഇതിൻ്റെ സംഗതി ഞാൻ പറഞ്ഞത് രണ്ട് രീതിയിലുള്ള സാധനങ്ങളാണ്. തിയറിയാണ് പറഞ്ഞത്, പ്യുവർ തിയറി. അവർ നമ്മൾ ആദ്യം RSSനെ എടുത്ത് നോക്കുക. BJP അല്ല, RSS രാഷ്ട്രസങ്കല്പത്തിലാണ്. ഹിന്ദുത്വം അല്ല ശരിക്കും ഹിന്ദു രാഷ്ട്രം എന്നുള്ള സങ്കല്പം. ഹിന്ദു രാഷ്ട്രം വെച്ചാൽ എല്ലാ ഹിന്ദുക്കളും ചേർന്ന ഒരു വലിയ രാഷ്ട്രം. അതിൽ മൈനോറിറ്റീസിൻ്റെ സ്ഥിതി അവർ മിക്കവാറും പുറമ്പോക്കിലാണ്. അവർ ഇതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ മുന്നോട്ട് പോകാം, അത്രേ ഉള്ളൂ. മാത്രമല്ല ഇത് RSSൻ്റെ മുസോളിനിയുടെ പ്രിൻസിപ്പിൾ കണ്ടിട്ടാണ് ഇവിടെ ഇത് അഡോപ്റ്റ് ചെയ്തത്. ഒരു സംഘം അതിനൊരു തിയററ്റിക്കൽ ബേസ് ഉണ്ടാക്കിയത്. അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സംഗതി. കമ്മ്യൂണിസത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതിൽ മൈനോറിറ്റീസിൻ്റെ സ്ഥിതി എന്ന് നമുക്ക് മനസ്സിലായില്ലേ. ഇത് തന്നെ നമ്മൾ ചൈനയിൽ അപ്ലൈ ചെയ്ത് നോക്കാം. അവിടെ എന്താ സ്ഥിതി? കേരളത്തിലെ CPM CPIയുടെ എല്ലാം പറഞ്ഞത്. ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനത്തിലുള്ള പ്രവർത്തിക്കുന്നത്, അതിന് ഒരുപാട് പരിമിതികളുണ്ട്. അവിടെ സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയുന്ന ആളുകളുടെ Tiananmen സ്ക്വയറിൽ എന്ത് സംഭവിച്ചു? അല്ലെങ്കിൽ മൈനോറിറ്റീസിനോട് വലിയ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ചൈനയിൽ എന്താ ചെയ്യുന്നത്? ജിങ്ജിയാങ് പ്രവിശ്യയിൽ ഹാൻ വിഭാഗത്തിൽപ്പെട്ട ചൈനക്കാരുമുണ്ട്, ഉയ്ഗൂർ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളുമുണ്ട്. മുസ്ലിം ആയതുകൊണ്ടല്ല, അവർ ഇവൻ്റെ മേൽക്കോയ്മ അംഗീകരിക്കാത്തതുകൊണ്ടാണ്. സംഭവം മനസ്സിലായോ? മൈനോറിറ്റി മെജോറിറ്റി അല്ല അവിടുത്തെ പ്രശ്നം. ഇതിവൻ്റെ മേൽക്കോയ്മ അംഗീകരിക്കാത്ത ഒരാൾക്കും ചൈനയിൽ നിലനിൽക്കാൻ പറ്റില്ല. സിമ്പിൾ ലോജിക്കല്ലേ? അതിന് ഫാസിസം എന്നല്ല നമ്മൾ വേറെ എന്ത് പേരിട്ടാലും, ഫാസിസം, നാസിസം, കമ്മ്യൂണിസം അല്ലെങ്കിൽ വേറെ എന്ത് താലിബാനിസം എന്നുള്ള പേരിനല്ല കാര്യം. പറഞ്ഞു മനസ്സിലായി? ഇതിനെ വേണമെങ്കിൽ ഹിന്ദു താലിബാൻ എന്നോ മറ്റേ മുസ്ലിം RSS എന്ന് വിളിച്ചാലും വലിയ വ്യത്യാസമില്ല. സംഗതി ഒന്നാണ്. എന്താണ്? അടിസ്ഥാനപരമായിട്ട് ജനാധിപത്യ വിരുദ്ധമാണ്.
അതാണ് പ്രശ്നം. CPM രണ്ട് ഫാസിസ്റ്റ് സംഘടനകളാണ് എന്ന് തന്നെ പറയാമോ? തിയററ്റിക്കലി പ്രാക്ടിക്കലിയും അതുപോലെ തന്നെ സംഭവിക്കും. ഇപ്പം തന്നെ ഇപ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ മറ്റ് പാർട്ടിക്കാർക്കൊക്കെ പ്രവർത്തിക്കുന്നതിന് തടസ്സം വന്നില്ലേ?